വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ ഐഫോണിലാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതൊന്നും DJ ശേഖറിന് ഇഷ്ടപ്പെട്ടില്ലേ. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ഇങ്ങനത്തെ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോ ഒന്നെങ്കിൽ DSLR മിനിമം, അല്ലെങ്കിൽ ഹൈ എൻഡ് ക്യാമറാസ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഷോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. വലിയ സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഐഫോൺ ആയതുകൊണ്ട് DSLR ആണെങ്കിൽ നല്ല ലൈറ്റ് കൊടുത്താലേ ഒരു നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടാവുള്ളൂ വീഡിയോയില്, ക്ലാരിറ്റിയും കാര്യങ്ങളും. പക്ഷെ ഐഫോൺ ആകുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ലൈറ്റിംഗ് അത്ര അടിപൊളി അല്ലെങ്കിലും വീഡിയോയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാകും. ഹൈ ടൈം ആപ്പിൾ ഷുഡ് സ്പോൺസർ us മാക്ബുക്ക് 3 ഐഫോൺ ക്യാമറ. അപ്പൊ നമ്മളോട് DJ ശേഖർ ചോദിച്ചു ഐഫോൺ വെച്ചാണോ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾ ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാറ്. അത് മാത്രല്ല ആപ്പിൾ അവരുടെ കീനോട്ട് ഇവന്റ്സ്, അവരുടെ അനൗൺസ്മെന്റ്, അവർ ഐഫോൺ അനൗൺസ് ഒക്കെ ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ ഇപ്പം ഫുള്ള് ഷോർട്ട് ഓൺ ഐഫോൺ എന്നാണ്. എല്ലാ ഐഫോൺ വെച്ചിട്ട് തന്നെ അവര് പോലും ചെയ്യാറെന്ന് പറഞ്ഞു ഞാൻ. അവര് കുറെ അഡീഷണൽ ഹാർഡ്വെയർ എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐഫോൺ പറയുന്നത് ഇവര് പോഡ്കാസ്റ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇവർ പറയുന്നത് ഡയറക്ടർ മോഡ് എന്നാണ്. അതായത് ഇപ്പം ഒരു 3 ഐഫോൺ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ ഉള്ള പോലെ ഈ 3 ഡിവൈസ് നമുക്ക് ഐപാഡിലോ ഇതിലൊക്കെ കണക്ട് ചെയ്താല് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഈ 3 ക്യാമറന്റെ ഫങ്ഷൻസ് അല്ലെ വീഡിയോ വരുന്നൊക്കെ നമുക്ക് നമ്മളെ ഐപാഡിലും ഇതിലും കാണാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡയറക്ടറി TV-യിൽ അത് മൊത്തം കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഷോട്ട് വരുന്നതെന്നൊക്കെ. അതേപോലെ ഒരു ഐഫോണും അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടായാല് ഇവർക്ക് ഇത് ഫുള്ള് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഐഫോൺ കൊള്ളാം. ലൈക് ക്രിയേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോ അടിപൊളിയാണ്. പക്ഷെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് പല സ്ഥലത്തും കുറെ പോയത്തരങ്ങളൊക്കെ തോന്നാറുണ്ട്. ഭയങ്കര ഡിലേ ആണ് ഇവര് ഫീച്ചേഴ്സ് കൊണ്ടുവരാന്. അപ്പോ ഞങ്ങൾ ഈ DJ ശേഖറിന്റെ കൂടെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഐഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇടക്ക് വല്ലപ്പോഴും പറ്റുന്നൊരു ഇഷ്യൂ ഉണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ സൂം ക്യാമറ യൂസ് ചെയ്യുന്നെങ്കിൽ ആപ്പിള് ലൈറ്റിംഗ് കുറവായതുകൊണ്ട് സൂം ക്യാമറയിൽ അത്ര വെളിച്ചം ഗ്രാസ്പ് ചെയ്യാൻ കാണില്ല എന്ന് വെച്ചിട്ട് അവർ മെയിൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തെടുക്കും. ഇതൊക്കെ ഭയങ്കര ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതായത് ഇടയ്ക്ക് നമ്മൾ സൂം ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര ഗ്രൈനി ആയിട്ട് നോയ്സ് ഒക്കെ ഉള്ള പോലെ ഭയങ്കര ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലാകും. അത് ഇടയ്ക്ക് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ അപ്പൊ തന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ആക്കിയാൽ റെഡി ആകും. ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ തിരുമ്പിട്ട് ഫോക്കസ് ചെയ്യും. പക്ഷെ ഞങ്ങൾ DJ ശേഖറിന്റെ കൂടെ റെക്കോർഡ് ചെയ്ത എപ്പിസോഡിലെ എന്റെ സെമീർ ന്യൂ ഫ്രെയിം നിർഭാഗ്യവശാൽ കറക്റ്റ് ആ ദിവസം തന്നെ അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് സെമീറിനോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഗ്രെയിനിയ. ഞങ്ങൾ ടെസ്റ്റിനൊക്കെ റെക്കോർഡ് ചെയ്തപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ സെമീറിനോട് ചോദിച്ചു ആരാ ക്യാമറ ഓൺ ആക്കിയത്. ഞാൻ എടുത്തു നോക്കിയപ്പോ ക്യാമറ ഓൺ ആക്കിയത് ഞാനാണ്. ഒന്നും പറയാൻ വയ്യ, എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായ.